കല്യാണത്തിന്റെ 10 ദിവസം മുമ്പ് ഡ്രസ്സ് എടുത്ത പോരെ കേട്ടോ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണ്ട്, തലേ ദിവസം ഇവിടെ മൈലാഞ്ചി കല്യാണം ഉണ്ടാവും. തലേ ദിവസം എല്ലാ കല്യാണത്തിനും തലേ ദിവസം ഇവിടെ ഒരു മൈലാഞ്ചി കല്യാണം. സ്വർണം തരത്തിന് പോണ്ടേ അന്ന് രാത്രി പോകുമ്പോ? കഴിഞ്ഞ പ്രാവശ്യം ഒരു സംഭവം ഉണ്ടായി, നിങ്ങൾക്ക് അറിയോ? കേട്ടോളി, സ്വർണ്ണമൊക്കെ തരുന്നത് ഞാൻ മനസ്സിന് പറഞ്ഞു. ഞാനത് വാങ്ങി കൊണ്ടുവരുത്തിച്ചു. സുബ്ഹാനല്ലാഹ്. നേരം കൊടുക്കുമ്പോ ഒരു മഹല്ലെന്ന് വിളിയാണ്. ഇന്നലെ മൈലാഞ്ചി കല്യാണത്തിൽ പങ്കെടുത്ത പെണ്ണ് ഒളിച്ചോടി പോയി. 50-51 കുട്ടികളുടെ കല്യാണം ഇതുവരെ വളരെ ഭംഗിയായിക്കൊണ്ട് നൂറെ ഹബീബെ ഗ്രൂപ്പിലെ അഡ്മിന്മാരുടെയും അതുപോലെ തന്നെ അതിലെ മുത്തുമണികളുടെയൊക്കെ സഹായത്താല് ഇവിടെ നടത്തുകയുണ്ടായി. വളരെ പ്രശംസ പിടിച്ചു പറ്റിയ വളരെ പുണ്യമേറിയ പ്രവൃത്തി, എല്ലാവർക്കും മാതൃകയാവുന്ന ആ പ്രവൃത്തി കഴിഞ്ഞ വർഷം 15ഓളം വിദ്യാർത്ഥികളെ, 15ഓളം പാവപ്പെട്ടവരും അതുപോലെ തന്നെ യതീമുകളുമായ കുട്ടികളുടെ കല്യാണം കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ അന്ന് അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയുണ്ടായ അടുത്ത കല്യാണം ഇൻഷാ അല്ലാഹ് ഈ വർഷം തന്നെ ഡിസംബർ മാസത്തിൽ നടത്തപ്പെടുമെന്ന് അവിടെ നിന്ന് പ്രഖ്യാപിക്കുകയും അന്ന് മുതൽ രജിസ്ട്രേഷൻ ചെയ്ത് ഏകദേശം ഇപ്പോൾ 21ഓളം ആളുകൾ, 21ഓളം കല്യാണത്തിനുള്ള അപേക്ഷകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. വന്നത് ധാരാളമുണ്ട്. ആയിരക്കണക്കിന് അപേക്ഷകളിൽ നിന്ന് തങ്ങളെ ഏറ്റവും പാവപ്പെട്ട ആളുകളെ മാത്രം തെരഞ്ഞെടുത്തുകൊണ്ട് ഇപ്പൊ ഇവിടെ തെരഞ്ഞെടുത്തിട്ടുള്ളത് 21ഓളം അപേക്ഷകളാണ്. അതിൽ തന്നെ ഇപ്പൊ ഇവിടെ 15-16 ആളെ എത്തിയിട്ടുള്ളൂ, ബാക്കിയുള്ളവർ എത്തിയിട്ടില്ല. അപ്പൊ ഇവർക്കുള്ള ഡ്രസ്സ് എടുക്കണം നമുക്ക്. അത് ഷൈദുൽ ഉസ്താദ് 10 ഒക്കെ അറിയിക്കട്ടോ. ഒരു വട്ടം പാട് നിങ്ങൾ ക്ഷണിക്കും കല്യാണത്തിന്റെ 10 ദിവസം മുമ്പ്. എന്തിനറിയോ? ഇതൊക്കെ നമുക്ക് കൺഫേം ചെയ്യണം. അന്ന് നിങ്ങൾക്ക് ടോക്കൺ തരും. ഇവിടുന്ന് നിങ്ങൾ പുതിയാപ്പിളന്റെ കൂടെ വരുന്നവർക്ക്, പുതിയണ്ണിന്റെ കൂടെ വരുന്നവർക്ക് ഭക്ഷണത്തിനുള്ള ടോക്കൺ തരും. ഇത്ര കാലം നിങ്ങൾ അതിന്റെ മുന്നേ എന്ത് ചെയ്യണം? നിങ്ങളെ മരക്കളെ വീട്ടിലേക്ക് വിളിക്കണം. എന്നിട്ട് നിങ്ങൾ അവിടെ നിൽക്കാൻ എത്ര ആളുണ്ടോ. പിന്നെ അതല്ല മെയിൻ പ്രശ്നം. 9:30 മണിക്ക് ഇവിടെ എത്തണം. 10 മണിക്ക് നിക്കാഹ് തുടങ്ങും. നിങ്ങൾക്കറിയോ, ഞാനിപ്പോ ചെറിയ കൺഫ്യൂഷനിലാണ്. ചിലപ്പോ 2 ദിവസം ആക്കേണ്ട ഒരു കല്യാണം. ജനങ്ങളെ പ്രശ്നം, ജനങ്ങളെ ഭയങ്കര ജനം. നല്ല ഭാഗ്യമുള്ളവരാ നിങ്ങളെ പുതിയാപ്പിളാരൊക്കെ. ലക്ഷക്കണക്കിന് ആളുകളെ മുമ്പിൽ പാടി അവിടെയൊക്കെ നിക്കാഹ് ചെയ്യുന്നു. ഒരു മുതലാളിനെ വിളിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, തങ്ങൾപ്പാ ഞങ്ങൾ നിങ്ങൾക്ക് അങ്ങോട്ട് പൈസ തരാം, സ്വർണം തരാം, 1-2 കുട്ടികളെ കെട്ടിക്കുള്ള പൈസ ഞങ്ങൾ തരാം. എന്റെ മകന്റെ നിക്കാഹ് സദസ്സിൽ നടത്തുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അലങ്കാരത്തിനല്ലത്, പറ്റൂലായിരുന്നു. അങ്ങനത്തെ വർക്കത്ത് വേണ്ട കേട്ടോ, അങ്ങനത്തെ വർക്കത്ത് വേണ്ട. ആ വർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യണത് അങ്ങനെ. പിന്നെ അതുമല്ല, ഇത്തിരി ജനങ്ങളെ മുമ്പിൽ പോവല്ലേ കേട്ടോ. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ, വിഷമങ്ങൾ അള്ളാഹു മാറ്റി തരട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ പറഞ്ഞതുപോലെ ഇനി ഒരു ദിവസങ്ങൾ വിളിക്കും. അന്ന് കുറച്ച് നേരത്തെ വരണം. മനസ്സിലായോ? അന്ന് എല്ലാ പുതിയണ്ണുമാണ്. അന്ന് നിങ്ങൾക്ക് ഡ്രസ്സ്, അന്ന് ഇവർക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാ അല്ലേ? അന്ന് നിങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാ. കല്യാണത്തിന്റെ 10 ദിവസം മുമ്പ് ഡ്രസ്സ് എടുത്ത പോരെ കേട്ടോ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണ്ട്, തലേ ദിവസം ഇവിടെ മൈലാഞ്ചി കല്യാണം ഉണ്ടാവും. തലേ ദിവസം എല്ലാ കല്യാണത്തിനും തലേ ദിവസം ഇവിടെ ഒരു മൈലാഞ്ചി കല്യാണം ഉണ്ട്. അറിയോ? കത്തിക്കണോ? ആ കല്യാണം എന്തിനാണെന്നറിയോ? ഒരുപാട് പാവപ്പെട്ട മിസ്കീന്മാരായ ഒരു ഗതിയുമില്ലാത്ത മക്കളുണ്ട്. അവരാണ് നിങ്ങളെ കല്യാണം കഴിപ്പിച്ച് വിടാൻ വേണ്ടി പൈസ തരുന്നത്. അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. വേണ്ടേ? അവർക്ക് വേണ്ടി നല്ലോണം ദുആ. നിങ്ങൾ വിചാരിച്ചോ കല്യാണം മൈലാഞ്ചി കല്യാണം പറയുമ്പോ അന്നത്തെ രാത്രി പടച്ച റബ്ബിനോട് ഇതാണോ ഈ സ്വർണം ഈ സ്വർണം ഒരു മോൻ തന്നത് അല്ലേ? ഇതാരെ തന്ന ഈ സ്വർണം? നിങ്ങളല്ലേ തന്ന്? ആ കുട്ടിയോടെ നിങ്ങൾ തന്ന സ്വർണ്ണല്ലേ? ഓലെ ഉമ്മാക്ക് സുഖമില്ലല്ലോ.
ഉമ്മാക്ക് സുഖല്ല, ആ ഉമ്മാന്റെ അസുഖങ്ങൾ മാറണം. അങ്ങനെ ഒരാളല്ല, ഒരുപാട് ആളുകൾ അന്ന് ഈ മുറ്റത്ത് വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് അന്ന് രാത്രി അന്ന് നേർത്തെത്തണം. മനസ്സിലായോ? മനസ്സിലാ? നിങ്ങൾ ഗൂഡല്ലൂർക്കാർക്ക് വരാൻ കഴിയില്ല അല്ലേ? നിങ്ങൾ എത്ര മണിക്കടുത്ത് പുറപ്പെടുക? അപ്പൊ നിങ്ങൾ തലേ ദിവസം തന്നെ ഇവിടെ സ്റ്റേ ചെയ്യാൻ നമ്മൾ ഇവിടെ ഇതൊക്കെ എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ വാടക റൂമല്ല, അതിനെന്താ പേര്? കല്യാണ പരിചയ കല്യാണ മണ്ഡപം. ഞാൻ ഓടിച്ചു, അത് ഇംഗ്ലീഷ് അല്ലേ. അപ്പൊ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ റസൂലിന്റെ ബർക്കത്തുകൊണ്ട് പിന്നെ തലേ ദിവസം മൈലാഞ്ചി കല്യാണം ഉണ്ടാവും. മനസ്സിലായോ? അന്ന് നിങ്ങൾക്ക് സ്വർണം തരുന്നുണ്ട് വേണ്ടേ? അന്ന് രാത്രി പോകുമ്പോ കഴിഞ്ഞ പ്രാവശ്യം ഒരു സംഭവം ഉണ്ടായി. നിങ്ങൾക്ക് അറിയോ? കേട്ടോളി. നിങ്ങൾക്ക് അറിയോ ആ സംഭവം? നിങ്ങൾക്ക് അറിയോ? എന്തറിയാ? അതും അല്ലാഹുവിന്റെ ഖലാആണ്. ഈ പെരന്റെ മരണ്ടല്ലോ, അതൊരിക്കലും അല്ലാഹു പരാജയപ്പെടുത്തൂല. കഴിഞ്ഞ പ്രാവശ്യം 15 മക്കൾക്ക് സ്വർണം ഇങ്ങനെ നൽകി. തലേ ദിവസം മൈലാഞ്ചി കല്യാണാണ്. എല്ലാവരും കരഞ്ഞുകൊണ്ട് ദ്വാരിക്കണം. പടച്ച റബ്ബിനോട്, റബ്ബ് സഹായിച്ചവർക്കോ സഹകരിച്ചവർക്കോ ഹൈർ നൽകണേ. അത് മാത്രമല്ല ബറക്കത്ത് നൽകണേ. ഇത് അനാഥായി പോകരുത്. ഇതിൽ ഹക്ക് അങ്ങനെ ദ്വാരിക്ക. എല്ലാവരും ദ്വാരനാമേ പറഞ്ഞു. അങ്ങനെ എല്ലാവരും സ്വർണം ഞാൻ എന്താക്കി എല്ലാവരും മക്കളെ കയ്യിൽ കൊടുത്തു. അങ്ങനെ ഞാൻ അവിടെ ഇങ്ങനെ നടന്ന് ഈ കൊടിമരത്തിന്റെ അവിടെ എത്തിയപ്പോ എന്റെ കൽബ് പറയാണ്, കൊടുത്ത സ്വർണം തിരിച്ചു വാങ്ങണേ. കൊടുത്ത നിങ്ങൾക്ക് അനുഭവമല്ലേ? ഇവരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ, ഈ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. കൊടുത്ത സ്വർണം തിരിച്ചു വാങ്ങാൻ നിങ്ങളില്ല. അങ്ങനെ ഞാൻ വിളിച്ച് ഞാൻ പോയിട്ട് പറഞ്ഞു സ്വർണ്ണമൊക്കെ തരുന്നറിഞ്ഞു. ഞാൻ മനസ്സാണ് പറഞ്ഞു. ഞാനത് വാങ്ങി കൊണ്ടുവരുത്തി. സുബ്ഹാനല്ലാഹ്. നേരം മുടക്കുമ്പോ ഒരു മഹല്ലെന്ന് വിളിയാണ്. ഇന്നലെ മൈലാഞ്ചി കല്യാണത്തിന് പങ്കെടുത്ത പെണ്ണ് ഒളിച്ചോടി പോയി ഇവിടുന്ന്. അപ്പൊ എന്താ ഇതുകൊണ്ടാണ് പോകാന്നാണ് ഒരു വിചാരിച്ചത്. എന്താ ഇതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ കാറ് കയറിയത്. ഭക്ഷണമൊക്കെ വിപുലമായി ഭക്ഷണം കഴിച്ചു പോയി. അള്ളാഹു നല്ല കൽബ് കൊടുക്കട്ടെ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കൽബിൽ ആരും പുതിയാപ്പിള ഉണ്ടോ? ഉണ്ട് പറയട്ടെ മക്കളെ, സ്വർണ്ണപ്പത്തന്നെ തരാം. മനസ്സിലായില്ലേ? ഇതുണ്ടോ ഈ സ്വർണം? ഇതാ ഇതൊക്കെ റബ്ബ് തന്നതാ. നിങ്ങൾക്കറിയോ? ഒരു തങ്ങളായിക്കോട്ടെ, ഒരു മൊയ്ലിയരായിക്കോട്ടെ, ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് ഒരു പവന്റെ സ്വർണം കിട്ടണമെങ്കിൽ മണിക്കൂറുകളോളം പ്രസംഗിക്കണം. വേണ്ടേ? അതല്ലെങ്കിൽ ഒരു പന്തൽ ഒരു മൈക്ക് കെട്ടി ഒത്തിരി സംസാരിക്കണം. എന്നാൽ ഈ ഇമ്മർ അങ്ങനെയല്ല. ഈ ഇമ്മറത്ത് പടച്ച റബ്ബ് തന്നതാ. ചാക്കിലാണ് പൈസ കൊണ്ടുവരുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ കൊണ്ടുവരണം ചാക്കില്ല, ഒക്കെ ചാക്ക് പൈസ ഇല്ലട്ടോ. അൽഹംദുലില്ലാഹ്. അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. തങ്ങളപ്പ എൻ്റെ പേര് ബുഷറ. എൻ്റെ ഉമ്മ മരണപ്പെട്ടിട്ട് 5ാമത്തെ ആണ്ടാണായിരുന്നു. 12-ാം തീയതി റബീഉൽ അവ്വൽ 11 ഉമ്മ ഉമ്മാന്റെ ഖബറിൽ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. ഇപ്പൊ തന്നെ ഉമ്മ ഖബറിൽ സന്തോഷിക്കുന്നുണ്ടാവും. പക്ഷേ എന്റെ കുട്ടി കൊണ്ടേ കുടിച്ചല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സുബലോട് സുബകത്തില് നാളെ സുബലു ഇതുണ്ടോ നോക്കിങ്ങനെ അല്ലാഹ് തന്ന റഹ്മത്ത്. ഈ ഇമ്മർ അങ്ങനെ എല്ലാ പല സ്ഥലത്തും ഉമ്മറും പോലെ അല്ല. എത്തിയും പാവങ്ങളൊക്കെ പെടും. എല്ലാവരും പെടും. അങ്ങനെ നീയത്ത് വെക്കാം. അങ്ങനെ നീയത്ത് വെക്കും. അല്ലാഹു ബർക്കത്ത് കേട്ടോ. അല്ലാഹു ബർക്കത്ത്. ഇതൊക്കെ നിങ്ങൾ നോക്കൂലേ. പിന്നെ നിങ്ങള് ലാസ്റ്റ് കല്യാണം കഴിഞ്ഞ് പോകുമ്പോ ഇവിടെ തെരഞ്ഞു വെക്കും. നിറച്ച് സ്വർണം കിടക്കണ്ട, എടുത്തു വെക്കാൻ സ്ഥലം എല്ലാവരും വലിച്ചെറിയും. അപ്പൊ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. ഉമ്മാന്റെ ഖബറിലേക്ക് അല്ലാഹു റഹ്മത്തിന്റെ മാലാകമായി ഇറക്കി കൊടുക്കട്ടെ. അല്ലാഹു തന്നനാണ് കേട്ടോ. ഇതെന്തിനാ? പിന്നെ ഒരു കാര്യം പാടെ ഞാൻ പറയാം. ഒരു കാര്യം പാടെ ഇവിടെ തങ്ങളടുത്ത് ചികിത്സക്ക് വന്നിട്ട് ഫള് കിട്ടിയത് മാത്രമാണ് ഇതൊക്കെ. മനസ്സിലായില്ലേ? ഫള് കിട്ടിയത് ഇഷ്ടം പോലെ ഉണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സങ്കടങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. എല്ലാവർക്കും വേണ്ടി അത് ഇതൊക്കെ ഇഷ്ടം പോലെ ഇതുണ്ടോ. അതൊക്കെ ഒരുപാട് ആയിരക്കണക്കിന് അങ്ങനത്തെ കിട്ടും. ഇപ്പൊ ഒരു സങ്കടവും ഇല്ല. പൈസ ബാക്കിയായിരിക്കും. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്നാൽ അതൊക്കെ എത്തി മക്കൾക്ക് എന്ത് ചെയ്യാം?
ഉപകരിക്കുക കേട്ടോ. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ ഇൻഷാ അല്ലാഹ് കേട്ടോ. പിന്നെ വേറെ മോതിരം ഇത് ഒരു ഉമ്മാക്ക് സുഖമില്ല, ഇവിടെ തരുന്നവർക്കൊക്കെ ഇതൊന്നും വെറുതെ ആവൂല. അള്ളാഹു ഉമ്മാന്റെ രോഗം അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ കേട്ടോ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും എന്തായിരിക്ക പൈസ ആയിരിക്ക, ഇന്നോട് ആർക്കും സ്നേഹമില്ല. അള്ളാഹു ബർക്കത്ത് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇപ്പൊ കൂടുതലൊന്നും പറയാനില്ല അല്ലേ, നമുക്ക് അള്ളാഹു രണ്ട് കണ്ണിനും അള്ളാഹു കാഴ്ച നൽകട്ടെ. ഒരു മനുഷ്യന്റെ അവയവങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അവയവം കണ്ണാണ്. ആ കണ്ണ് നഷ്ടപ്പെട്ട അള്ളാഹു കണ്ണിന് കാഴ്ച അള്ളാഹു നൽകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് 17 കുട്ടികൾ ഉറപ്പിച്ചുട്ടോ. 17 കുട്ടികൾ നമ്മൾ ഉറപ്പിച്ചു. പിന്നെ നല്ല ബിരിയാണി ഉണ്ടാക്കിക്കണം. പിന്നെ കുറച്ചേ ഉള്ളൂ, തട്ടി കുറച്ചുകൂടി. എല്ലാവരും ചോറ് കഴിച്ചിട്ട് പോയാൽ മതി. അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിക്കുന്ന ഭക്ഷണത്തിൽ അള്ളാഹു പരിപൂർണ്ണ ശിഫ അള്ളാഹു നൽകട്ടെ. ഇവിടെ വന്ന അടിമമാരൊക്കെ അതുണ്ടോ, തങ്ങള് പാപ വിളിച്ചപ്പോ വന്നോലാണ്. അള്ളാഹുക്കൊക്കെ ബർക്കത്ത് കേട്ടു. ഞാന് കല്യാണം ദാറുന്നജാത്തൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്ന് ഒരു പക്ഷെ, കാരണം നിങ്ങൾക്ക് അറിയാം എന്നെ സ്നേഹിച്ചു വരുന്ന ആൾക്കാര് കണ്ടിക്കണം നിങ്ങള്. ഇവിടെ കൊള്ളൂ സംശയമാണ്. അപ്പൊ ദാറുന്നജാത്ത് ചോദിച്ചിക്കണ് ഇന്ന് വിവരം കിട്ടിയ സന്തോഷമായി. അതല്ലെങ്കിൽ നമുക്ക് രണ്ട് ആക്കാൻ പറ്റുമോ? കല്യാണങ്ങൾ എല്ലാ അയലോകത്തും പറയണം, മനസ്സിലായില്ലേ? നിങ്ങള് അയലോകത്ത് പോയിട്ട് പറയാ എന്റെ കുട്ടിന്റെ കല്യാണം അല്ല, നിങ്ങൾ പറയോ? എല്ലാവരും പോയിട്ട് അയലോകത്തൊക്കെ പുതിയന്മാര് പുതിയന്റെ ആൾക്കാരോടല്ല പറയണത്. അതല്ലാതെ വേറെയുള്ള ആൾക്കാരില്ലേ, നിങ്ങളൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ അറിയുന്ന കുടുംബത്തിലൊക്കെ കല്യാണം പറയണം, മനസ്സിലായില്ലേ കേട്ടോ. 17 മക്കളെ കല്യാണമാണ് ഇൻഷാ അല്ലാഹ്. അടിമമാരൊക്കെ എന്ത് ചെയ്യണം? അവിടൊക്കെ എല്ലായിടത്തും അറിയിക്കണം കേട്ടോ.